Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? Morning, ma'am. മെഡിക്കേഷൻ റിപ്പോർട്ട്, മിസ്സലേനിയസ് റിപ്പോർട്ട്, ഫിസിക്കൽ തെറാപ്പി ഒക്കെ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ വരെയാണ് എടുത്തു നിർത്തിയത് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് സോഷ്യൽ സർവീസ് ഡേറ്റ മുതലാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ സോഷ്യൽ സർവീസ് ഡേറ്റ രണ്ടെണ്ണം കൂടി നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ഡേറ്റാസ്. It must consist of background, social information and problems identified by the patient, his family and the social worker. But ഈ ഒരു സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെ കാര്യങ്ങളാണ് അതിലുണ്ടാവുക? പേഷ്യൻസിന്റെ കണ്ടെത്തൽ, അതായത് പേഷ്യൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കണ്ടെത്തിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് കണ്ടെത്തിയിട്ടുള്ള പശ്ചാത്തലങ്ങള്, അതുപോലെ സോഷ്യൽ പരമായിട്ടുള്ള പലതരത്തിലുള്ള വിവരങ്ങള്, അതുപോലെ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ സർവീസ് ഡേറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നല്ല രീതിയിൽ സോഷ്യൽ സർവീസ് നമുക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതൊക്കെ മേഖലയിൽ നമുക്ക് അങ്ങനെ ഒരു സോഷ്യൽ സർവീസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന സോഷ്യൽ സർവീസുകളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങള്, അതുപോലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇതിലൂടെ സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതൊക്കെ ആരൊക്കെ വഴി കണ്ടെത്തിയതാണ്? ആ പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആളുകളോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സോ കണ്ടെത്തിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങള്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, നമ്മൾ നൽകിയിട്ടുള്ള സോഷ്യൽ സർവീസുകളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങള്, അതുപോലെ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് നൽകുന്ന സോഷ്യൽ സർവീസ് വരുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും ഡേറ്റാസുമാണ് സോഷ്യൽ സർവീസ് ഡേറ്റയിൽ ഉൾപ്പെടുക. ക്ലിയർ ആണോ? സോഷ്യൽ സർവീസ് ഡേറ്റ പറയണോ ഇനി അത്? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണം. ഓക്കെ. സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത് ആരും കണ്ടെത്തുന്നതാ? അതായത് പേഷ്യൻസ് കണ്ടെത്തിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങളാവാം. ഇവരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒത്തിരി സോഷ്യൽ സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റൽ നൽകുന്ന സോഷ്യൽ സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് നമ്മുടെ സോഷ്യൽ സർവീസുകൾ? മെഡിക്കേഷൻ ഷീറ്റ് മുതലോ? ഒന്നുകൂടി പറയണമെന്നോ? ഓക്കെ മിസ്, ഈ സോഷ്യൽ സർവീസ് ഡേറ്റ പറഞ്ഞു കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കിയേ, സോഷ്യൽ സർവീസ് ഡേറ്റയിൽ ഇപ്പൊ പേഷ്യൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സോ ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട പല പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് പല പ്രോബ്ലംസിനും നമ്മൾ ഈ സോഷ്യൽ സർവീസ് വഴി സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലങ്ങള്, ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ സോഷ്യൽ സർവീസ് കൊടുക്കുന്നതിനുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ ഡേറ്റാസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യുന്നത് വഴി കൃത്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡേറ്റയാണ് സോഷ്യൽ സർവീസ് ഡേറ്റ. അപ്പൊ ഹോസ്പിറ്റലിൽ നൽകുന്ന സോഷ്യൽ സർവീസുകളുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള വിവരങ്ങളും എന്തിട്ടുണ്ടാവും? ഈ ഒരു സോഷ്യൽ സർവീസ് ഡേറ്റയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
അപ്പൊ മെഡിക്കേഷൻ ഷീറ്റ് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ, വേഗം പറഞ്ഞു തരാം. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാല് ഇതൊരു ഡോക്യുമെന്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ അവിടെ പേഷ്യൻസ് വരുമ്പോ അവർക്ക് ചിലപ്പോൾ നമ്മൾ ഓറലി മെഡിസിൻസ് കൊടുക്കാറുണ്ട് അല്ലെ, ചിലപ്പോൾ ഇൻഹലേഷൻ വഴി നമ്മുടെ ബ്രീതിങ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇൻഹേലർ പോലെയുള്ള രീതിയിലാണ് കൊടുക്കുക, അത് ശ്വസനവുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും മെഡിസിൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇഞ്ചക്ഷൻ വഴി കൊടുക്കുന്ന രീതിയിലുള്ള എന്താണ് മെഡിസിൻസും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഏത് രീതിയിലും ആയിക്കോട്ടെ, അങ്ങനെ കൊടുക്കുന്ന മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് മെഡിക്കേഷൻ ഷീറ്റുകളിൽ ഉണ്ടായിരിക്കുക. അത് എപ്പോ കൊടുത്തു, ഏത് ദിവസം, ഏത് സമയത്ത്, എത്ര ഡോസ് ആണ് നമ്മൾ കൊടുത്തത്, ഏത് ഡ്രഗ് ആണ് കൊടുത്തത്, എത്ര ഡോസ് കൊടുത്തു, ഏത് രീതി, ഓറലി ആണോ അതോ ഇൻഫ്യൂഷൻ പോലെയാണോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് വഴിയാണോ, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡ്രഗ് നൽകിയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകൾ, ഇപ്പൊ ICU, CCU, കൊറോണറി കെയർ യൂണിറ്റ് മുതലായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകള്, വിവരങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മിസ്സലേനിയസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ്സ്, ഹോസ്പിറ്റലിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളായിട്ടുള്ള ICU, CCU മുതലായിട്ടുള്ള അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ഫോംസും കാര്യങ്ങളും റെക്കോർഡുകളും മിസ്സലേനിയസ് റിപ്പോർട്ടിലാണ് സൂക്ഷിക്കുക. ഓക്കെ, ദെൻ ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മാത്രമായില്ല അല്ലെ, അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു നോർമൽ ആയിട്ട്, അതായത് യൂസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാൻ, നമുക്ക് നല്ല പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്യണമെങ്കിൽ അവരെ തിരിച്ചവരുടെ ആ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ബ്രിങ് ബാക്ക് ചെയ്ത് കൊണ്ടുവരണം. തിരിച്ചവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ, ഫിസിക്കൽ തെറാപ്പികളിലൂടെയാണ് ചെയ്യല്. ചിലപ്പോൾ അതൊരു എക്സസൈസുകളിലൂടെ ആവാം, ചിലപ്പോൾ ഹീറ്റ് കൊടുത്തുകൊണ്ടാവാം, ചിലപ്പോൾ കോൾഡ് കൊണ്ടാവാം, ചിലപ്പോൾ വാട്ടറിന്റെ പ്രസൻസിലാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാവാം, അൾട്രാസൗണ്ട് ആവാം. അപ്പൊ ഇങ്ങനെ ഏത് പല രീതിയിലുള്ള ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ ആ പേഷ്യന്റിനെ തിരിച്ച് നമ്മുടെ അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പല മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. പല ട്രീറ്റ്മെന്റുകളും ഫിസിക്കൽ തെറാപ്പിയുടെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ തെറാപ്പികൾ ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള വിലയിരുത്തലും റിപ്പോർട്ടുകളുമാണ് ഫിസിക്കൽ തെറാപ്പിയിൽ ഉണ്ടാവുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ലാസ്റ്റ് വണ്ണാണ് ഡിസ്ചാർജ് സമ്മറി. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഇവിടെ ഇതൊരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ചുരുക്കിയ കാര്യമാണ്. ഹോസ്പിറ്റലില് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ രോഗിയുടെ ആ ഒരു ഗതി, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് നടത്തി കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു പുനരാവിഷ്കരണമാണ് ശരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം മുതൽ ആ പേഷ്യന്റ് വരുന്ന സമയം മുതൽ പോകുന്ന, ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തിട്ട് പോകുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും അതിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. എന്തൊക്കെ ട്രീറ്റ്മെന്റ്, അത് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ശരിയാണ്. അപ്പൊ അവിടെ നമുക്കൊരു കൃത്യമായിട്ട് ആ ഒരു ഡിസ്ചാർജ് സമ്മറി കാണുമ്പോൾ ആ പേഷ്യന്റ് ഏതൊക്കെ കോഴ്സുകളിലൂടെ കടന്നുപോയി എന്ന് വ്യക്തമായിട്ട് നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ പ്രൊസീജിയർ അവർക്ക് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തു, അതിൽ അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത്, അവരുടെ അഡ്മിഷൻ സമയത്തുണ്ടായിരുന്ന കണ്ടീഷനും അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തെ കണ്ടീഷനും, ഇനി എന്തൊക്കെ അവര് ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ചുരുങ്ങിയ രൂപമാണ് ശരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ പുനരാഖ്യാനം എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ശരിക്കും ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇത് വായിക്കുമ്പോൾ രണ്ടാമതൊന്നുകൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. Then it involves the reason for hospitalization. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവുക? റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ അല്ലെ, ഹോസ്പിറ്റലിൽ അവർ പ്രവേശിക്കാനുണ്ടായ കാരണം അല്ലെ, റീസൺ എന്താണ്? അൺസിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രോം എക്സാമിനേഷൻ, പല പരിശോധനകൾ അവർക്ക് നടത്താറുണ്ട്. അതിന്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ, സുപ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ കൊടുക്കാറുണ്ട്. ആൻഡ് പ്രൊസീജിയേഴ്സ്, അവർക്ക് കൊടുത്തിട്ടുള്ള നടപടിക്രമങ്ങള്, തെറാപ്പികള് ആൻഡ് റെസ്പോൺസ്. ഇപ്പൊ ഇങ്ങനെയുള്ള തെറാപ്പീസും പ്രൊസീജിയേഴ്സും കൊടുത്തപ്പോ അവർക്കുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് അല്ലെ.
ഓൾറെഡി പഠിച്ചതല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട റെക്കോർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ വലിയ എക്സാം എന്താണ് ഒത്തിരി ഡിഫിക്കൽട്ടി ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഏത് കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജിന്റെ സമയം എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്തുള്ള അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, അവരുടെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയായിരിക്കണം അത് കഴിക്കേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യണം. ചില പേഷ്യൻസിനോട് ഇവർ പറയാറുണ്ട് അല്ലെ, ഇന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ട് അല്ലെ. ആൻഡ് ഡയറ്റ്, ചില ആളുകൾ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ആൻഡ് ഫോളോ ഓഫ് കെയർ, തുടർ പരിചരണം എങ്ങനെയായിരിക്കണം എന്ന കാര്യങ്ങളെ കുറിച്ചും ഉള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കും, ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് കിടക്കാണ്. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഈ ഒരു ചാപ്റ്ററിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മിക്കതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന പരിചയമുള്ള കാര്യങ്ങളും ടേംസും തന്നെയാണ്. കുറച്ച് ലെങ്തി ആയിട്ട് കൊടുത്തിരിക്കുന്നു മാത്രം അല്ലെ. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ 1-2-3 പ്രാവശ്യമൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ചിലത് മാത്രം ഒന്ന് കുറച്ചൊന്ന് ഡീപ്പായിട്ട് വായിക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിന്റെ ഫോമുകൾ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ഫോൾഡറില് ഇപ്പൊ ഒരു മെഡിക്കൽ ഫോംസ്, നമ്മള് മെഡിക്കൽ റെക്കോർഡ് ഫോമുകൾ എങ്ങനെ നമുക്ക് അസംബിൾ ചെയ്യാൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം, നമുക്ക് ക്രമീകരിക്കാം അല്ലെ. ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും. ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ അവർ ഇൻപേഷ്യന്റ് ആവുന്നത് വരെ, ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകളിൽ ഒരു ഓർഡർ അനുസരിച്ചല്ലേ റിപ്പോർട്ടുകളും കാര്യങ്ങളും വെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഫയലില് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് ഓരോ കാര്യങ്ങളും വെക്കുക. അല്ലാതെ അവർ അവിടെ ഇവിടെ കൊണ്ടുപോയി ഒന്നും എന്ത് ചെയ്യില്ല, വെറുതെ അങ്ങ് കയറ്റി ഒന്നും എഴുതിയൊന്നും വെക്കില്ല. കൃത്യമായ ഓർഡർ അനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും അവര് ആ റെക്കോർഡിനുള്ളിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഇവിടെ ആ ഒരു ഫോൾഡറിൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഫോൾഡറില് ഈ ഫോംസ് അറേഞ്ച് ചെയ്യുന്നത് ഒരു ഓർഡർ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കി, ഫസ്റ്റ് വൺ ആണ് ഔട്ട് പേഷ്യന്റ്, സെക്കൻഡ് വൺ കറസ്പോണ്ടൻസ്, തേർഡ് വൺ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഫോർത്ത് വൺ ഇൻപേഷ്യന്റ്. അതായത് ആദ്യം വരുന്നത് ഔട്ട് പേഷ്യന്റ് എന്ന ഒരു റെക്കോർഡാണ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഫോമുകളാണ് ആദ്യം വെക്കേണ്ടത്. Contains outpatient form and outpatient follow in chronological order. Other forms are attached as required. അപ്പൊ ആദ്യം നമ്മൾ ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ആദ്യം ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെന്നെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്യും, നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അല്ലെ. രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറെ ഫോംസ് ഉണ്ടാവില്ലേ, ഔട്ട് പേഷ്യന്റ് ഫോം അല്ലേ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആദ്യം അല്ലേ. നമ്മൾ അവിടെ ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് ചെല്ലുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഫോം അതിൽ ഉൾപ്പെടുത്തും. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഫോൾഡറിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് ഔട്ട് പേഷ്യന്റ് ഫോം. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഫോളോ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പൊ നമ്മുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞു, ഡോക്ടറുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ ഇനി എന്താണോ ചെയ്യേണ്ടത്, ഫോളോ അപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ടാവും അല്ലെ. അതാണ് അതിൽ ഉൾപ്പെടുത്തുക അടുത്തതായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ഫോം ഉൾപ്പെടുത്തും, അതിനുശേഷം നമുക്ക് എന്ത് ഫോളോ അപ്പ് ആണോ തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഡോക്ടർ പറയുക അവിടെ അഡ്മിറ്റ് ആവാനായിരിക്കും പറയുക അല്ലെ. ചിലപ്പോൾ നമ്മളോട് പറയും എന്തെങ്കിലും ലാബുകളിലോ കാര്യങ്ങളിലോ പോയി ടെസ്റ്റുകൾ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാനായിട്ട് പറയാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണോ നമ്മളോട് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് അടുത്തതായിട്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞ ഒരു കാലക്രമത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ക്രമമായ രീതിയിലുള്ള ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ അറേഞ്ച് ചെയ്ത് വരും. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. മറ്റു ഫോമുകൾ ആവശ്യമുള്ള രീതി ആവശ്യമനുസരിച്ച് നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് എന്താന്ന് പറഞ്ഞത്
മനസ്സിലായെങ്കിൽ അതെ സമയത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ആദ്യം എവിടെ എന്തിൽ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് ഇതിനെ കൂടെ കൂട്ടി കൊടുക്കുന്നു എന്നുള്ളതൊന്ന് അർത്ഥം മതി. ഓക്കെ, ഒരു ഫോർവേഡിൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെയാണോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. എന്താ കറസ്പോണ്ടൻസ്? കത്തിടപാടുകൾ അല്ലെ. അപ്പൊ ഇവിടെ കറസ്പോണ്ടൻസിൽ വരുമ്പോ ഇൻക്ലൂഡ് റെഫറൽ ലെറ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും റെഫറൽ ലെറ്ററുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോമുകൾ അടുത്തതായിട്ട് ഇതിന്റെ കൂടെ വരും. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം. ഇനിയിപ്പോ നമ്മളോട് ഡോക്ടർ പറയാണ് അഡ്മിറ്റ് ആവണം, ഡോക്ടർ പറയാണ് നമ്മളോട്. നമുക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വന്നവരൊക്കെ ആവാം. അപ്പൊ നമ്മൾ ആദ്യം ഓപ്പറേഷൻ എന്ന രീതിയിൽ അവിടെ ഡോക്ടർ കണ്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ റെഫറൽ ലെറ്റർ ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. അഡ്മിഷൻ നമ്മളോട് ആ ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതും ഇവിടെ വെക്കും. കൺസൾട്ടേഷൻ ഫോം വെക്കും. അതുപോലെ കൺസേൺ ടു ആർ ഇൻവെസ്റ്റിഗേഷൻസ്. ഇനി എന്തെങ്കിലും പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് സമ്മതം വാങ്ങിക്കാറുണ്ട് അല്ലെ, സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെയുള്ള എല്ലാ ലെറ്റർ ഫോമിലുള്ള അതായത് കത്തിടപാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇതിന്റെ കൂടെ വരിക. നോക്കിയേ, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. ഇനി നമുക്കൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് മുൻപ് നമുക്ക് കുറെ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ കുറെ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചെക്ക് ചെയ്യണം അല്ലെ. വെറുതെ പോയി നമ്മൾ ഓപ്പറേഷൻ നടത്തോ? ഇല്ല, നമ്മുടെ കുറെ കാര്യങ്ങൾ അവർ മുൻകൂട്ടി ചെക്ക് ചെയ്യും. അതായത് ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും, എക്സ്റേയോ ECGയോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പരിശോധനകളും കാര്യങ്ങളും നടത്തി നമ്മൾ ഓക്കെയാണ് എന്നൊരു കണ്ടീഷൻ എത്തുമ്പോഴാണ് ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് അല്ലെ. അതിനു മുൻപായിട്ട് ഒരുപാട് പ്രീ ഓപ്പറേറ്റീവ് ഫേസുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ഫോം, അതായത് ഇപ്പൊ ഡെലിവറിയുമായി ബന്ധപ്പെട്ട കേസാണെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഓരോ പേഷ്യന്റിനെ അനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഓപ്പറേഷൻ എന്നുള്ള രീതിയിലുള്ള ആളുകളാവില്ല. അവർക്ക് ആ ഒരു ഫോം അതിന്റെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നമ്മൾ ചേർക്കുന്നു എന്നുള്ള രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത് എന്താ? സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത് എന്താ? എന്താണ്? കേട്ടിട്ടുണ്ടോ ഈ ഒരു വേർഡ്? സമയത്ത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ ചാവില്ല എന്നൊക്കെ പറയും അല്ലെ. സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ ചാവില്ല അല്ലെങ്കിൽ നമ്മുടെ അതെ കുട്ടി മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അല്ലെ. അപ്പൊ ആ കുട്ടി ആ മരിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ അതായത് മരിച്ച കുട്ടിയാണ് പ്രസവിക്കുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റിൽ ബർത്തോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും ഫോംസും ഇതിനോടൊപ്പം വെക്കും. അപ്പൊ അതൊക്കെ ആ പ്രസവവുമായി ബന്ധപ്പെട്ട കേസ് ആണെങ്കിലാണ് അതൊക്കെ ഉൾപ്പെടുക കേട്ടോ. ബർത്ത് നോട്ടിഫിക്കേഷൻ, ജനനം, പുതിയതായിട്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഉണ്ടാവും. ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ. ഇനി ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ പേഷ്യന്റിന് ആ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ വെച്ച് എന്തെങ്കിലും സംഭവങ്ങൾ, ആക്സിഡൻസോ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളും കൂടി ഈ കറസ്പോണ്ടൻസ് എന്ന രീതിയിലുള്ള ഫോൾഡറിന്റെ ഒപ്പമാണ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നതിൽ ഔട്ട് പേഷ്യന്റിന്റെ ഫോമും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ബാക്കിയുള്ള ഫയലുകൾ, ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോമുകൾ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഫറൽ ലെറ്ററോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചേർക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റ് ഫോമുകൾ വയ്ക്കും. കൺസൾട്ടേഷൻ ഫോമുകൾ വയ്ക്കും. നമ്മുടെ കൺസേൺസ്, സമ്മതങ്ങൾ കൊടുത്തിരിക്കുന്ന കൺസേൺ ഫോമുകൾ വയ്ക്കും. ഇനി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തും. നോട്ടിഫിക്കേഷൻസ് ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം, എന്തൊക്കെയാണോ സ്റ്റിൽ ബർത്ത് കാര്യങ്ങളായിട്ടാണോ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഇതിലുണ്ടാവും. ഇനി പ്രസവാനന്തരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രസവം നടന്നു നോർമൽ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അതിന്റെ ബർത്ത് നോട്ടിഫിക്കേഷൻസ്, ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയുള്ള ഫോമുകൾ ഉണ്ടാവും. ഇനി ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവങ്ങൾ ആ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളെല്ലാം ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമായ പേഷ്യൻസിന്റെ ഓരോ സമയത്തിനനുസരിച്ച്, ഓരോ സംഭവങ്ങളും നടക്കുന്നതിന്റെ സമയത്തിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു.
ക്ലിയർ ആണോ? കറസ്പോണ്ടൻസ് മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് പരിശോധനകൾ നടത്താറുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ട്സ് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് ഇൻ വിച്ച് all laboratory reports are arranged in chronological order. X-ray mount sheets with all radiology reports mounted in chronological order are ECG. The EEG and ultrasound examination forms and any other diagnostic investigation reports which are kept in the following order: lab, X-ray, ECG, EEG, ultrasound and others. So ഇവിടെ നമ്മൾ ഓരോരോ റിപ്പോർട്ടുകൾ നമ്മളിപ്പോ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യാം, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരിശോധനകൾ ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ വെക്കുന്നതിനൊരു ഓർഡർ ഉണ്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലബോറട്ടറി മൗണ്ട് ഷീറ്റ് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ റിപ്പോർട്ട് ഷീറ്റുകള് അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകള് കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു ഓർഡറിലാണ്, കാലക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സമയബന്ധിതമായിട്ട് നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുക. അതായത് എക്സ്റേ മൗണ്ട് ഷീറ്റ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതുപോലെ തന്നെ EEG ആയിക്കോട്ടെ, ECG ആയിക്കോട്ടെ, ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആണ് നമ്മൾ നടത്തുന്നത്, മറ്റെന്തൊരു ഡയഗ്നോസ്റ്റിക് പരിശോധന നടത്തിയാലും അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ വെക്കേണ്ട ഒരു ഓർഡർ ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആദ്യം വരേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതാണ് ആദ്യം വെക്കേണ്ടത്? ഏതാ വെക്കേണ്ടതെന്ന് പറഞ്ഞേ? ഫോളോയിങ് ഓർഡർ. ഏത് ഓർഡറിലാണ്? ലാബ് റിപ്പോർട്ടാണ് ആദ്യം വരിക. അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്റേ റിപ്പോർട്ടുകൾ വെക്കണം. ഇനി ECG ആണ് ചെയ്യുന്നതെങ്കിൽ അടുത്തതായിട്ട് ECG റിപ്പോർട്ടാണ് വെക്കേണ്ടത്. ഇനി EEG ചെയ്തിട്ടുണ്ടെങ്കിൽ EEG റിപ്പോർട്ട് വെക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെക്കാം. അതേഴ്സ് ഇനി മറ്റുള്ള എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഓർഡറിൽ കൃത്യമായിട്ടായിരിക്കണം ആ ഒരു ഫോൾഡറിൽ ഈ റിപ്പോർട്ടുകൾ വെക്കേണ്ടത്. ക്ലിയർ ആണോ അത്? ഇനി പറയണോ അത്? ഇൻവെസ്റ്റിഗേഷൻസുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഓർഡറിലാണ് നമ്മൾ ഈ ഉള്ള റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, പരിശോധന കഴിഞ്ഞ റിപ്പോർട്ടുകൾ വെക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഡോക്ടേഴ്സിന് ഈ ഒരു ഓർഡർ അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് തപ്പലോ കൺഫ്യൂഷൻസോ ഒന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഫോൾഡ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഉടനെ അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്, അപ്പൊ ഒരു ലാബ് നമ്മുടെ ചിലപ്പോൾ പേഷ്യന്റ് ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ എക്സ്റേ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ECG എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡോക്ടർ വരാം, ഡോക്ടർ വന്ന് അവരുടെ ഫയൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യണ്ട? കൺഫ്യൂഷൻ വേണ്ട അല്ലെ? അവർക്ക് അറിയാം കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന ഐറ്റം കഴിയുമ്പോൾ ഇന്നതായിരിക്കും എന്നറിയാൻ പറ്റുമല്ലോ അല്ലെ? അവർക്ക് അറിയാൻ പറ്റൂല ആ ഓർഡർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ ലാബ് റിസൾട്ട് ആണ്. ഓക്കെ, ലാബ് റിസൾട്ട് ഇന്നതായിരിക്കും. അപ്പൊ ഇനി അവർ മറിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ലാബ് റിസൾട്ട് കിട്ടി. ഇനി അടുത്തത് അവർക്കൊരു ECG അല്ലെങ്കിൽ അൾട്രാസൗണ്ടിന്റെയാണ് അവർക്ക് കാണേണ്ടതെങ്കിൽ തൊട്ടടുത്തതില് എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉണ്ടാവാം. അപ്പൊ അവർക്കറിയാം ഇത്ര ഓർഡർ കഴിയുമ്പോഴാണ് നമ്മുടെ അൾട്രാസൗണ്ടിന്റെ റിപ്പോർട്ട് വരിക എന്ന് വെച്ചാൽ. അല്ലാതെ അതിന്റെ ആ ഒരു ഫയൽ ഫുള്ളും അവർക്ക് എന്ത് ചെയ്യണ്ട, ഓരോ പേജും മറിച്ച് നോക്കി എന്ത് ചെയ്യേണ്ടി വരില്ല. കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇതുവഴി നമുക്ക് അവർ കൃത്യമായ ഓർഡർ ഫോളോ ചെയ്താൽ കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു ഫോൾഡർ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഇൻവെസ്റ്റിഗേഷൻസ് അടുത്തത് ഇൻപേഷ്യന്റ്. ഇനി അവിടെ ഇൻപേഷ്യന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുമായി ബന്ധപ്പെട്ട കുറെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? കണ്ടെയ്ൻസ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റുകൾ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഷീറ്റുകൾ ഉണ്ടാവും. അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും. അവർക്ക് നടത്തിയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. പ്രോഗ്രസ് നോട്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി എക്സ്ട്രാ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഫിസിഷ്യൻസിന്റെ ഓർഡറുകൾ ഉണ്ടാവും. അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടാവും. ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, റിക്കവറി റിപ്പോർട്ടുകൾ, ലേബർ ഓപ്പറേഷൻസ് ആണ്, ലേബർ റൂമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയുള്ള റെക്കോർഡുകൾ, ഡയബറ്റിസ് റെക്കോർഡുകൾ, റെസിസിറ്റേഷൻ റെക്കോർഡുകൾ, അതുപോലെ ICU ആണ് കേട്ടോ. അവിടെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ICU റെക്കോർഡ് എന്നാണ്.
ICU റെക്കോർഡുകൾ, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ് ആരുമായി ബന്ധപ്പെട്ട? കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. കുട്ടികളുടെ ഫിസിക്കൽ ഗ്രോത്തും ഓരോ സമയത്തും എത്രത്തോളം ഉണ്ട്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അവരുടെ ഹെഡിന്റെ സൈസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സമയത്തും അവരുടെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്തുള്ള റിപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് ചാർട്ട് റെക്കോർഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ വലിയ ആളുകളുമായി ബന്ധപ്പെട്ടുള്ളതല്ല, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, അവർക്ക് കൊടുക്കുന്ന പാരാമെഡിക്കൽ പരമായിട്ടുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവും, നഴ്സസിന്റെ നോട്ടുകൾ ഉണ്ടാവും, ഒബ്സർവേഷൻ ചാർട്ടുകൾ ഉണ്ടാവും, മെഡിക്കേഷൻ റെക്കോർഡുകൾ ഉണ്ടാവും, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക് ഔട്ട്പുട്ട്, അതൊരുമിച്ചാണ്. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക് ഔട്ട്പുട്ട്. അതായത് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോ കൂടുതലും നമ്മുടെ ഇപ്പോ എന്തെങ്കിലും യൂറിനറി ട്രാക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് കൂടുതലും നമ്മൾ ഇത് ശ്രദ്ധിക്കാറ്. എന്ന് വെച്ചാൽ അവര് ഒരു 24 മണിക്കൂറിനുള്ളിൽ അവർ എത്രത്തോളം ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡ്രിപ്സ് വഴിയാവാം, അല്ലാതെയാണ് ഒരു കണക്ക് വെക്കാറുണ്ട്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നഴ്സസ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവർ പറയും എത്ര ലിറ്റർ വെള്ളമാണ് അവർ കുടിച്ചത്, അല്ലെങ്കിൽ എന്താണോ അവർ ഫ്ലൂയിഡ് ആയിട്ട് അവർ എന്താണോ കഴിച്ചത്, അതിന്റെ ആ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, ആ ഒരു അളവൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. തിരിച്ച് എത്ര എമൗണ്ട് ഓഫ് യൂറിൻ ആണ് അവരുടെ പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് അവർ പറയുന്നത്? ആരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ വാട്ടർ ഇൻടേക്കും യൂറിൻ മെഷർമെന്റും നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ എത്രത്തോളം അപ്പൊ പേഷ്യൻസ് കൃത്യമായിട്ട് എത്രത്തോളം ഫ്ലൂയിഡ് ഇൻടേക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു 24 hours ആണ് അവരൊരു പീരീഡ് പറയും, കൃത്യമായിട്ട് ഒരു ടൈം പീരീഡ് പറയും. ആ പീരീഡിനുള്ളിൽ എത്രത്തോളം അവർ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ എന്തൊരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ കേട്ടോ, ആ ഫ്ലൂയിഡ് എത്രത്തോളം അവരുടെ ഇൻടേക്ക് നടക്കുന്നുണ്ട്, എത്രത്തോളം അവരുടെ ഔട്ട്പുട്ട് ഉണ്ട്, പുറത്തേക്ക് യൂറിനേഷൻ വഴി എത്രത്തോളം പോകുന്നുണ്ട്, ആ ഒരു കണക്ക് കൃത്യമായിട്ട് നോക്കുന്നതിനെ ഫ്ലൂയിഡ് ബാലൻസ്. അപ്പൊ ഒരു ബാലൻസിലാണ് അത് പോകുന്നത് എന്ന് കൃത്യമായിട്ടൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതങ്ങനെയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള റെക്കോർഡുകളും കാര്യങ്ങളും ചാർട്ടുകളും ഒക്കെ ഉണ്ടാവും. ആ വൈറ്റൽ സയൻസ് റെക്കോർഡ്, നമ്മുടെ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അല്ലെങ്കിൽ ചാർട്ടുകൾ ഉണ്ടാവും. ഡിസ്ചാർജ് സമ്മറികൾ ഉണ്ടാവും. ആൻഡ് വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫൈൽഡ് ഓൺ ദ ബോട്ടം ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫൈൽഡ് ഓൺ ദ ടോപ്പ്. അപ്പൊ ഇതില് ഏറ്റവും റിമോട്ട്, അതായത് മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫൈൽഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇവിടെ റിമോട്ട് അഡ്മിഷൻ എന്നാൽ ശരിക്കും റിമോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫോൺ കോളുകളിലൂടെയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കാറില്ലേ, നേരിട്ട് ഡയറക്ടറുടെ പ്രസൻസ് ഇല്ലാതെ എടുക്കാറില്ലേ, അതിനെയാണ് ശരിക്കും റിമോട്ട് അഡ്മിഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്നൊരു മീനിങ് എന്ന് വെച്ചാല് നമ്മുടെ ആദ്യമുള്ള അഡ്മിഷൻ ഉള്ളവ നമ്മുടെ ബോട്ടത്തിലായിരിക്കും ഇരിക്കുക. പുതിയ റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഫയലുകളാണ് നമ്മൾ ടോപ്പ് ആയിട്ടിരിക്കുക അല്ലെ. ഇപ്പൊ ഏറ്റവും ഇപ്പൊ നിങ്ങളിപ്പോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ അറിയാൻ പറ്റും, ഒത്തിരി ദിവസം പഴക്കമുള്ള റെക്കോർഡുകളാണെങ്കിൽ അവർക്ക് കുറച്ച് ദിവസം എടുക്കും അവർ ആ ഒരു ഷെൽഫ് പോയി പരിശോധിക്കാനും എടുത്തു കൊണ്ടുവരാനും അല്ലേ. കാരണം അത് അടിയിലായിരിക്കും നമ്മുടെ റെക്കോർഡ് ഇരിക്കുക. അതേസമയം തൊട്ടടുത്ത ദിവസങ്ങളിലാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ഫയലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതെപ്പോഴും മുകളിലായിരിക്കും വെച്ചിരിക്കുക അല്ലെ. അറിയാമോ അതെങ്ങനെയാ? നമ്മളിപ്പോ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ മുകളിലല്ലേ ഇരിക്കും. ഒട്ടും റീസെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് അഡ്മിഷൻസ് അല്ലെങ്കിൽ ഒത്തിരി ദിവസം മുൻപാണ് നമ്മൾ അഡ്മിഷൻ എടുത്ത ഫയലോ കാര്യങ്ങളോ ആണെങ്കിൽ അത് ഏറ്റവും ബോട്ടത്തിലായിരിക്കും, താഴത്തായിരിക്കും ഇരിക്കുക. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പിലായിരിക്കും വെക്കണം. അങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഫയല് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണോ? അത് ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മനസ്സിലായോ? അപ്പൊ ആ ഒരു 4 സ്റ്റേജ്, 4 എണ്ണത്തിന്റെ ആ ഒരു പേരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഏതാണ് ആ ഒരു ഓർഡർ അല്ല? ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, 4 ഒന്ന് പേരൊന്ന് കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ആക്കി നിങ്ങൾക്ക് അറിയാലോ, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങള് അറിയാൻ പറ്റുമല്ലോ അല്ലെ. പേരിൽ നിന്ന് തന്നെ കിട്ടുന്നില്ലേ? ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പോട്ടെ. ഓക്കെ,
അടുത്തത് നമ്മുടെ ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ ഈ നമ്മുടെ ഫയലിംഗ് മെത്തേഡാണ് അടുത്തതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഫയലിംഗ് സംവിധാനങ്ങൾ ഉണ്ട്. അതില് ഒരു 5 എണ്ണമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പല ടൈപ്പ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഒരു റെക്കോർഡ് എങ്ങനെ നമ്പർ ചെയ്യുന്നു, എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് 5 സംവിധാനങ്ങളാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിൽ ഏത് വേണമെങ്കിലും ആ ഹോസ്പിറ്റലിലെ റെക്കോർഡുകൾ ഫയൽ ചെയ്യാനും സൂക്ഷിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. അതിൽ ഒന്നാമത്തതാണ് ഒരു 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയത് there are several types of numbering and filing system. They are serial numbering and filing system, unit numbering and filing system, straight numeric filing, and terminal digit filing and middle digit filing. Just simple ആയിട്ട് പേരൊന്നും കേട്ട് നമ്മളൊന്നും പേടിക്കണ്ട. അതിൽ ഓരോന്നിലും വരുന്ന വ്യത്യാസങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ ഒന്നാമത്തത് സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സീരിയൽ നമ്പേഴ്സ് എങ്ങനെയാ സീരിയൽ നമ്പർ പോകുന്നേ? സീരിയൽ നമ്പർ എങ്ങനെയാണ്? 1, 2, 3 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെയും സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ ഹോസ്പിറ്റലില് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് പോയി വിചാരിക്കാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു നമ്പർ തരില്ലേ? നമുക്ക് അവിടുന്ന് പേഷ്യന്റ് ഐഡി ആയിട്ടൊരു നമ്പർ തരില്ലേ? തരുമോ? തരും. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യവും അതെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ തന്നെയാ തരും അല്ലേ? നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ രണ്ടാമത് ചെല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു എന്നറിയോ? അടുത്തൊരു നമ്പർ തരും. അതാണ് സീരിയൽ നമ്പറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഡോക്ടറെ കാണാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് തരുന്ന നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇന്ന് പോയ നമ്പർ ആയിരിക്കില്ല, നമുക്ക് നാളെ ചെല്ലുകയാണെങ്കിൽ അടുത്തൊരു നമ്പർ ആയിരിക്കും തരും. അത് തൊട്ടടുത്തടുത്ത നമ്പറുകൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തരും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. എന്താണ് സീരിയൽ നമ്പറിംഗ് പറയുന്നത്, അതെങ്ങനെയാണ്, അത് മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്. എല്ലാ രീതികളും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യില്ല. ഏറ്റവും പ്രാവർത്തികമാവുന്ന രീതിയിലുള്ള ഇതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നമ്പറിംഗ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പറിംഗ് ആണ്. അതായത് ഒറ്റ നമ്പർ, അതിനുള്ളിൽ ഒറ്റ നമ്പർ ഉണ്ടാവുള്ളൂ, ഒറ്റ ഫോൾഡർ ഉണ്ടാവുള്ളൂ, അതിലെല്ലാ മെഡിക്കൽ റെക്കോർഡുകളും സൂക്ഷിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഫയലിംഗിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാല് ഇൻ സീരിയൽ നമ്പറിംഗ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെല്ലാണ്, ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് തരുന്നത് പുതിയ നമ്പറുകളായിരിക്കും. മനസ്സിലായോ? ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് തരുന്നത് പുതിയ നമ്പറുകളായിരിക്കും. അപ്പൊ നമ്മുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫയലുകൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ വരും. കാരണം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോരോ ഫയലല്ലേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നേ അല്ലെ? ഓരോ റെക്കോർഡുകളും അതിനോടൊപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം പേഷ്യന്റിന് ഒന്നിലധികം ഫയലുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. അതായത് 3 different numbers are allotted if a patient is registered 3 times. 3 പ്രാവശ്യം ആ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് 3 നമ്പറുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള 3 നമ്പറുകളായിരിക്കും അവർക്ക് അനുവദിച്ച് നൽകുക. And all numbers allotted to a patient are recorded in the master patient index. അപ്പൊ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ്. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഓർമ്മയുണ്ടോ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് പഠിച്ചില്ലേ? എന്താണ്, മറന്നുപോയോ? പഠിച്ചായിരുന്നോ? മറന്നുപോയോ? ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞേ എന്താണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്? അത് വായിച്ച് ഒന്നൊരു പറഞ്ഞല്ലോ. മറന്നോ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
അതെ, ഒരു പുതിയതായിട്ടൊരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഈസ് ഡിസൈൻ വിത്ത് ദ ഇമ്പോർട്ടന്റ് ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ഫോർ ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റേർഡ്. പുതിയതായിട്ട് ഏത് പേഷ്യന്റ് രജിസ്റ്റർ ചെയ്താലും അവരുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് മുതലായ കാര്യങ്ങൾ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ നമ്മൾ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒന്നില്ലെങ്കിൽ മാനുവൽ ആയിട്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മാനുവലി നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ആ ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ആ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ നമ്മൾ ഈ പറയുന്ന ഓരോ ഫയൽ, ഇപ്പൊ ഒരു പേഷ്യന്റിന് വേണ്ടി നമ്മൾ 3 ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ 3 നമ്പറും നമ്മൾ ഈ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിലും രേഖപ്പെടുത്തി വെക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇത്ര ഫയലുകൾ ഉണ്ട്, അതിന്റെ നമ്പർ ഇന്നതാണെന്ന് നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? ഇത് മനസ്സിലായാൽ ഇതിന് അതിന്റെ ആ ഒരു മീനിങ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് പിന്നെ ഇത് വായിച്ചു നോക്കി കിട്ടും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു 3 പ്രാവശ്യം പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യം അവർക്ക് കിട്ടുന്ന നമ്പറുകള് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിന് മൾട്ടിപ്പിൾ ഫയലുകൾ അതിലൂടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതിന്റെ ഈ പല ഫയലുകൾ ക്രിയേറ്റ് ചെയ്താലും അതിന്റെ ഒക്കെ നമ്പർ ഈ പേഷ്യന്റിന്റെ മാസ്റ്റർ ഇൻഡെക്സിൽ റെക്കോർഡ് ചെയ്തതിന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മാസ്റ്റർ ഇൻഡെക്സ് എടുത്ത് നോക്കിയാല് ഏതൊക്കെ ഫയലുകളിലാണ് ഈ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, എന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ ഒന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, നോക്കി നെക്സ്റ്റ്. Because a new number is provided for each occasion of service, a new medical record is also developed. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. Because a new number is provided. ഒരു പുതിയ നമ്പർ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഓരോ സർവീസിന് വേണ്ടിയും അവർക്ക് പുതിയ നമ്പർ ആണ് കൊടുക്കുന്നത്. അപ്പോ അതിനോടൊപ്പം തന്നെ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെ? പേഷ്യന്റിന്റെ പേരിൽ ആ ഒരു നമ്പർ വെച്ചിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. The patient records are filed in as many places in the file as the number of times the patient has received care at the facility. And the many places, that the patient records are filed in many places in the file as the number of times the patient has received the care at the facility. ആ ഒരു ഫെസിലിറ്റിയിൽ അവർ എത്ര പ്രാവശ്യം പരിചരണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് പുതിയൊരു നമ്പറും ഫയലുകളും കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ ആ ഫയൽ എങ്ങനെയായിരിക്കും? പല സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുക, അല്ലെ? ഒറ്റൊരു റെക്കോർഡിനാവുമ്പോ എങ്ങനെയാ? ഒരു സ്ഥലത്ത് നോക്കിയാൽ മതി, അല്ലെ? അതേസമയം പല ഫയലുകളാവുമ്പോഴോ അതൊരു സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് എല്ലാം കിട്ടോ? കിട്ടില്ല, അല്ലെ? പല സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുക. അപ്പൊ അങ്ങനെ കുറെ ഡ്രോബാക്സും കാര്യങ്ങളും ഇതിനുണ്ടത് കൊണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് ആണ്. പക്ഷെ ഇങ്ങനെയൊരു സംവിധാനവും നിലവിലുണ്ട് എന്നതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. സീരിയൽ നമ്പറിംഗിൽ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എത്ര പ്രാവശ്യം ഒരു പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും സർവീസിന് വേണ്ടി പോയിട്ടുണ്ടോ അത്രയും തവണ അവർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോരോ ഡിഫറെന്റ് നമ്പറുകളാണ് ഓരോ പ്രാവശ്യവും കൊടുക്കുന്നത്. അങ്ങനെ പുതിയ നമ്പർ കൊടുക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ പുതിയൊരു മെഡിക്കൽ റെക്കോർഡും അതിനോടൊപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ മെഡിക്കൽ റെക്കോർഡുകളുടെയും നമ്പറുകള് അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ഈ പറയുന്ന പല ഫയലുകളിലായിട്ടാണ് ഇവരുടെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ഫയലുകൾ പല ഇടങ്ങളിലായിരിക്കും ഇരിക്കുക. ക്ലിയർ ആണോ? അത് സീരിയൽ നമ്പറിംഗ്. അങ്ങനെ റീറ്റെയിൻ ചെയ്ത് അതാണ് മിസ് പറഞ്ഞത്. മിക്ക ഹോസ്പിറ്റലുകളിൽ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. അപ്പൊ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പല സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഇതിനൊക്കെ കുറെ ബുദ്ധിമുട്ടുകളും ഡ്രോബാക്സും ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. അപ്പൊ അത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒരു കോപ്പി നിലനിർത്തിക്കൊണ്ട് മറ്റ് ബാക്കി കൺസിലേക്കും അത് ഈ ഒരു യൂണിറ്റ് നമ്പറിംഗിന്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് അത് ചെയ്യുന്നത്.
മനസ്സിലായോ? അപ്പൊ ഒരു യൂണിറ്റ് നമ്പറിങ്ങിന്റെ സിസ്റ്റത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കോമൺ ആയിട്ട് യൂണിറ്റ് ഒരു ഒറ്റ നമ്പർ കൊടുത്ത് ഒറ്റ ഫയലിന്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വെക്കുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവ പഠിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് പറയട്ടെ. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അടുത്തതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. അടുത്തതില് ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് എളുപ്പമാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ മറ്റൊരു ഇതിന്റെ ഡ്രോബാക്ക് ആണ്, ഇപ്പൊ സീരിയൽ നമ്പറിംഗ് ആണെങ്കിലും മറ്റെന്ത് ഇതാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫയലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ. പല ഇടങ്ങളിലാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കിട്ടാത്തത് ഒരു ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറിംഗ് സിസ്റ്റമാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഇതിന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. Here the patient is allocated a number on the first admission or visit which is retained for all subsequent admissions and treatment. അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സന്ദർശിക്കുമ്പോഴോ അവർക്ക് ഒരു നമ്പർ നമ്മൾ അനുവദിച്ചു കൊടുക്കും. ആ നമ്പർ ആയിരിക്കും തുടർന്നുള്ള ഏതൊരു അഡ്മിഷനോ ട്രീറ്റ്മെന്റുകൾക്കോ തുടർന്ന് എന്തൊരു കാര്യത്തിന് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ വന്നാലും ആ സെയിം നമ്പർ തന്നെയായിരിക്കും നിലനിർത്തി കൊണ്ടുപോകുന്നത് അല്ലെ. അതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്നുള്ളത് പറയുന്നത്. നമുക്കറിയാവുന്ന നിങ്ങൾ പഠിച്ച കാര്യമാണ്. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ് സിംഗിൾ റെക്കോർഡ്, ഒരൊറ്റ സിംഗിൾ റെക്കോർഡേ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് ഓൾ ഡേറ്റ ഗ്യാതേർഡ് ഓൺ എ ഗിവൺ പേഷ്യന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓർ ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ്. അവർക്ക് എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ സർവീസുകളാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ, അല്ലെങ്കിൽ ഓരോരോ സർവീസിന് ഓരോരോ ഫയൽ കൊടുക്കണ്ടേ അല്ലെ. ഓരോ ഫയലുകൾ ഒത്തിരി സർവീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവീസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മൾ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും റെക്കോർഡുകളും ഈ ഒരു സിംഗിൾ റെക്കോർഡിനുള്ളിലായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്. Then the patient's total medical record is thus filed as a unit in a one folder under one number. നമ്മുടെ ഈ ഒരു മെഡിക്കൽ ടോട്ടൽ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ആയിട്ടാണ്. അതായത് ഒരു ഒറ്റ ഫോൾഡറില് ഒരൊറ്റ നമ്പറിന് കീഴില് ഒരൊറ്റ ഫോൾഡറില് ഒരു യൂണിറ്റ് ആയിട്ട് അവരുടെ മൊത്തത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം ക്ലിയർ ആണോ? സീരിയൽ നമ്പറിങ്ങും യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗും ക്ലിയർ ആണോ? അത് ഓക്കെ, അടുത്തയിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞാല് means to the filing of records in accurate chronological order as per to medical record number. അതായത് മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രേറ്റ് ന്യൂമറിക്, അതായത് ഒരു അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡുകൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ എക്സാമ്പിളൊക്കെ കൊടുത്തിരിക്കുന്ന വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും കേട്ടോ. Here records consecutively numbered appear in sequence on the file. Shares the following 4 medical records would be filed as 1 2 3 4 1 2. ആ ഒരു നമ്പർ ഒന്ന് നോക്കിയേ നിങ്ങള്. ആദ്യത്തെ ആ ഒരു 4 നമ്പേഴ്സും 5 നമ്പേഴ്സും സെയിം ആണ് അല്ലെ. ലാസ്റ്റ് വരുന്ന നമ്പർ അല്ലേ വ്യത്യാസം വരുന്നത് അല്ലേ. 1 2 3 4 എന്ന് പറയുന്നതില് ലാസ്റ്റ് വരുന്ന 12 13 14 15 അങ്ങനെയുള്ള നമ്പർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതിപ്പോ ഒരു അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ ആ ഒരു അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഈ ഒരു സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ചെയ്യുന്നത്. അതായത് റെക്കോർഡുകൾ നമ്മൾ ആ ഒരു നമ്പർ അനുസരിച്ച് കൃത്യമായിട്ട് ഫയൽ ഷെൽഫുകളിൽ അടക്കി വെക്കും. Then it is easy to pull any number of records consecutively numbered from the file for any purpose. അപ്പൊ നമുക്ക് ഇത് എന്തിനു വേണ്ടി സഹായിക്കും?
ആയിരിക്കും? ഏതൊരു ഉദ്ദേശം, ഏതൊരു പർപ്പസിന് വേണ്ടിയും ഈ നമ്പറിനനുസരിച്ച് വളരെ തുടർച്ചയായ നമ്പർ പ്രകാരം നമ്മൾ നമ്പർ ഇട്ടിരിക്കുന്ന പ്രകാരമാണ് ഈ ഫയൽസ് ഷെൽഫിൽ അടക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് ഏത് വേണമെങ്കിലും ആ നമ്പർ അറിയാമെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ ഒരു നമ്പർ ഇടുന്നതിന്റെ ഇത് കണ്ടത് ആ ഫയലിന്റെ മുകളിലുള്ള നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് നമ്പർ പ്രകാരമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് നമ്പർ പ്രകാരം നമ്മളത് ഓരോ ഫയലിനും 1 2 3 4 എന്നൊരു കോമൺ നമ്പർ ഇടും. അതിന്റെ കൂടെ 12 ലാസ്റ്റ് വരുന്ന നമ്പറിൽ ചെറിയ ചെറിയ വ്യത്യാസം, 12 13 14 അങ്ങനെ ആ നമ്പർ കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇത് ഷെൽഫിൽ അടക്കി വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ നമ്പർ, അതായത് ഇതിലുള്ള ഏത് നമ്പർ ആണോ വേണ്ടത് ആ നമ്പർ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ആ നമ്പർ കൂടി വരുന്ന ഒരു അസെൻഡിങ് ഓർഡറിൽ നമ്മൾ വെക്കുന്നത് കൊണ്ട് അതിനിടയിലുള്ള ഏത് നമ്പറും നമുക്ക് എളുപ്പത്തിൽ പുറത്തെടുക്കാൻ പറ്റില്ലേ ഫയല്? മനസ്സിലായോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്താണ്? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും റിപ്ലൈ ചെയ്യാതെ? മനസ്സിലായോ നിങ്ങൾക്ക്? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ഒന്നുകൂടി പറയണമെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ക്ലിയർ ആയെങ്കിൽ അങ്ങനെ. എന്താണോ റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തയിലേക്ക് പോവാണേ. അതാണ് ക്ലിയർ അല്ലെങ്കിൽ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞു തരാം. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ വെക്കുന്നു, അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു അസെൻഡിങ് ഓർഡറിൽ ആ ഒരു നമ്പർ കൂടി വരുന്നുണ്ട്. അതായത് മെഡിക്കൽ റെക്കോർഡ് നമ്പറുകളിൽ ഓരോന്നും നമ്മൾ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പറിൽ നമ്മൾ ആ ഫയലുകൾ അടക്കി വെക്കുന്നത് ആ പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സ്ട്രേറ്റ് ന്യൂമറിക് അല്ലെങ്കിൽ ഒരു അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഇത് ചെയ്യുക. അതായത് ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ് ഇൻ ആക്യുറേറ്റ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനനുസരിച്ച് ഒരു കാലക്രമത്തിലുള്ള ഒരു കൃത്യമായ ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ റെക്കോർഡ് നമ്പറുകൾ പ്രകാരം നമ്മളത് ഓർഡർ ചെയ്ത് വെക്കുകയാണ് ഫയലുകൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കൃത്യമായിട്ട് തുടർച്ചയായിട്ടുള്ളൊരു രേഖകളാണ്, നമ്പറാണ് നമ്മൾ കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ളത് കോൺസിക്യൂട്ടീവ്ലി നമ്പർ അപ്പിയർ ഇൻ സീക്വൻസ് പോലെ. അതായത് ഷെൽഫുകളിൽ, ഫയൽ ഷെൽഫുകളിൽ നമുക്ക് ഇത് അടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ റെക്കോർഡുകൾക്ക് നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത് 1 2 3 4 1 2. അത് ഒന്നാമത്തെ നമ്പറാണ് വിചാരിക്കും. തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? 1 2 3 4 1 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറുകളിലെ, തുടർച്ചയായ നമ്പറുകളിലും വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ ഫയലും ആ തുടർച്ചയായി വരുന്ന നമ്പറുകൾക്ക് അനുസരിച്ച് കൂടി നമ്പർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഷെൽഫുകളിൽ അടക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പറിന്റെ ഓർഡറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഏതൊരു നമ്പറുള്ള ഫയലാണോ വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് ഇടയ്ക്ക് നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാമെന്നാ പറയുന്നത്. മനസ്സിലായോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ക്ലിയർ ആയോ? ആർക്കാണ് മനസ്സിലാവാതിരുന്നത്? സൗമിക്ക് ക്ലിയർ ആയോ? ആഷ്ലി? ഓക്കെ, അടുത്തത് ലാസ്റ്റ് രണ്ടെണ്ണം നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വ്യത്യാസമുള്ളൂ കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. ഇനി ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് കിട്ടും. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇസ് എ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്, യൂഷ്വലി 6 ഡിജിറ്റ് നമ്പർ. അതായത് ഈ ഒരു ഫയലിംഗിൽ 6 ഡിജിറ്റ് നമ്പറുകൾ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, 6 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും, 6 നമ്പേഴ്സ് ഉണ്ടാവും. ആ 6 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ രണ്ടെണ്ണം വീതം ഹൈഫൻ ഇട്ട് ചെയ്യും. നിങ്ങൾ ലാസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കി. ഒരു 6 നമ്പർ ഇല്ലേ അതില്? ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ മതി. 6 നമ്പർ ഇല്ലേ? അതില് രണ്ടെണ്ണം കഴിയുമ്പോൾ ഒരു ഹൈഫൻ ഇട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇനി ഈ 3 ഭാഗങ്ങളില് ഓരോന്നിനും നമ്മളൊരു പേര് പറയും. അതായത് നോക്കിയേ, ഈച്ച് പാർട്ട്, ഓരോ പാർട്ടും 2 ഡിജിറ്റ് വീതമാണ് വരിക അല്ലെ? അതില് പ്രൈമറി ഡിജിറ്റ് ഉണ്ട്. അതെ, നമ്മൾ ആധാർ കാർഡൊക്കെ പോലെ പ്രൈമറി ഡിജിറ്റ് ഉണ്ട്, എന്താണ് മിഡിൽ ഡിജിറ്റ് ഉണ്ട്, ടെർഷറി ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കുക. പ്രൈമറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വിചാരിക്കുക. ഏതാണെന്ന് വിചാരിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിക്കുക ഏതാണെന്നാ? മിഡിൽ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? മിഡിൽ എന്ന് പറഞ്ഞാൽ ചെയ്യാം, അത് പിന്നെ നമുക്ക് മാറിപ്പോവില്ല.
മിഡിൽ എന്ന് പറഞ്ഞാൽ എടുത്തിയാ അത് നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയില്ല. മിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുക്കുള്ള രണ്ട് നമ്പർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അറിയില്ലേ? മിഡിൽ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറാണ്, നടുക്കുള്ള രണ്ട് നമ്പറാണെന്ന് നമുക്കറിയാം അല്ലെ? അതറിയാം. ഇനി പ്രൈമറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് നമ്പർ ആയിരിക്കും, ഫസ്റ്റ് രണ്ട് നമ്പർ ആയിരിക്കും എന്നല്ലേ ചിന്തിക്കുക അല്ലെ? എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഏതായിരിക്കും പ്രൈമറി ഡിജിറ്റ് വരിക? ലാസ്റ്റ് രണ്ട് ഡിജിറ്റുകളാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഐ ഡി. നമ്മുടെ പേഴ്സൺസിന് കൊടുക്കുന്ന ഐ ഡി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൈമറി ഡിജിറ്റ് ആണ്, ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ആണ്. അത് നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ ആ ലാസ്റ്റ് രണ്ട് ഡിജിറ്റും എല്ലാത്തിലും സെയിം അല്ലേ? ഒരു ഐ ഡി നമ്പർ പോലെ കൊടുത്തിരിക്കുന്ന ആ പ്രൈമറി ഡിജിറ്റിൽ മാറ്റങ്ങളൊന്നുമില്ല അല്ലെ? ദെൻ അടുത്തത് മിഡിൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാല് നടുക്കുള്ള രണ്ട് ഡിജിറ്റ് ആണ്. ഇനി ടെർഷറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഫസ്റ്റ് ടു നമ്പേഴ്സ് ആണ് അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ടു നമ്പേഴ്സ് ആണ് നമ്മുടെ ടെർഷറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ആ മൂന്ന് ഡിജിറ്റ് മനസ്സിലായോ? മൂന്ന് ഡിജിറ്റും ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? പ്രൈമറി ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ലാസ്റ്റ് കാണുന്ന രണ്ട് നമ്പർ. ഓക്കെ. മിഡിൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാല് നടുക്കത്തെ രണ്ട് നമ്പേഴ്സ്. ടെർഷറി ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ലാസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആണ് നമ്മുടെ ടെർഷറി ഡിജിറ്റ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ കിട്ടും. അപ്പൊ ഇതില് ഈ ഒരു ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാല് ഇതില് നമ്മുടെ മാറ്റം വരുന്നത്, അതായത് ആദ്യത്തെ നമ്മുടെ ആ ഒരു പ്രൈമറി നമ്പേഴ്സ് ഈ പ്രൈമറി ഡിജിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. പ്രൈമറി ഡിജിറ്റില് വ്യത്യാസങ്ങൾ വരില്ല. എല്ലാ മെഡിക്കൽ റെക്കോർഡുകളുടെയും പ്രൈമറി ഡിജിറ്റ് സെയിം ആയിരിക്കും. ഈ സെക്കൻഡറിയും ടെർഷറി ഡിജിറ്റുകളിലുമായിരിക്കും നമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി മിസ് ആ ഒരു ഇത് പറയുമ്പോൾ നമുക്ക് വായിച്ച് പറയാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കൃത്യമായിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇത് യൂഷ്വലി അവരൊരു 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഹൈഫൺ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് 3 ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഓരോ പാർട്ടിലും 2 ഡിജിറ്റ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഈ പ്രൈമറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ the last 2 digit on the right hand of the number. ഈ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റിനെയാണ് നമ്മൾ പ്രൈമറി നമ്പർ എന്ന് പറയുന്നത്. മിഡിൽ ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ഏതാണ്? മിഡിൽ ഡിജിറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ഏതാണ്? നടുക്ക് കാണുന്ന രണ്ട് നമ്പറുകളാണ്. ദെൻ ടെർഷറി ഡിജിറ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് 2 നമ്പേഴ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് 2 എന്നാണ് കേട്ടോ അവിടെ നിങ്ങളുടെ ഇങ്ങനെ കിടക്കുന്ന 2 എന്നാക്കണം കേട്ടോ. ഫസ്റ്റ് 2 ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ നമ്പർ എന്നാക്കണം കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ആ ഫസ്റ്റ് 2 നമ്പേഴ്സ്, ആദ്യത്തെ ഫസ്റ്റ് 2 നമ്പേഴ്സ് ആണ് tertiary digit. In the following, the secondary and tertiary digits alters with every record. എല്ലാ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ടും വ്യത്യാസങ്ങൾ വരുന്നത്, ഈ നമ്പറിംഗ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് ഈ പറയുന്ന സെക്കൻഡറിയും ടെർഷറിയുമാണ്. അതായത് ആദ്യത്തെ 4 നമ്പറുകളിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുള്ളൂ. മറ്റുള്ള 2 നമ്പറും എല്ലാ റെക്കോർഡുകളുടെയും അല്ലെങ്കിൽ എല്ലാ ഫയലുകളുടെയും സെയിം ആയിരിക്കും. അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയൽ. ജസ്റ്റ് നിങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം. അത് രണ്ടും ബാക്കി രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും എടുത്ത വരെയും ക്ലിയർ ആണോ? എടുത്ത് നിർത്തിയിരിക്കുന്ന വരെ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ചൊന്ന് പറയാം കേട്ടോ. താങ്ക് യു.